ഒരു ഫാസ്റ്റ് ഉണ്ട് ഈ ബിസിനസ്സിൽ. കാരണം ഈ ബിസിനസ് വരുന്നതിന് മുന്നേ ഞാനും ഒരു പക്കാ സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ വന്നിട്ടുള്ള സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ ഞാൻ അത് സ്ലൈഡായിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് എൻ്റെ അവസ്ഥകൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഞാൻ ഈ ബിസിനസ്സിൽ വരുന്ന സമയത്ത് 2015 എൻ്റെ ID ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ബിസിനസ് തുടങ്ങാൻ വേണ്ടി എന്നെ ചിന്തിപ്പിച്ചത് ഈ ഒരു അവസ്ഥയാണ്. അതായത് 2012 എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ള ഒരു ലെറ്ററാണിത്. 13/2/2012 എനിക്ക് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ളതാണ്. അതായത് ഡിസ്ട്രിക്ട് കളക്ടർ കോഴിക്കോട്, ഓക്കെ, എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ള ലെറ്ററാണ്. കളക്ടർ അടുത്തുനിന്ന് ലെറ്ററൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ. എന്തിനാണെന്നറിയോ? വീട്ടിന് ജപ്തി. ഓക്കെ, അതായത് 2012 ആ ജപ്തി നോട്ടീസ് വരുന്നത് ഒരു ദിവസം, ഒരു ഫെബ്രുവരി മാസത്തിൽ എൻ്റെ വീട്ടിലേക്ക് പെങ്ങളെ കല്യാണം ഉറപ്പിച്ച് നിൽക്കുന്ന സമയത്ത് റവന്യൂ റിക്കവറിന്റെ ടീം, KSFന്റെ റവന്യൂ റിക്കവറി ടീം, തഹസിൽദാരെ ഒരു വണ്ടി ജീപ്പായിട്ട് ആദ്യമായിട്ട് വരുന്നു. അവർ വന്ന ഉടനെ തന്നെ പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങളെ വീട് ജപ്തി ചെയ്യാൻ വേണ്ടി പോവാണ്. എൻ്റെ കാൽമണ്ണങ്ങോട് തിരിച്ചു കയറിയില്ല. പിന്നെ അപ്പൊ എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ല. കാരണം വലിയ എമൗണ്ട് ഒന്നും ഇല്ല. KSFന്ന് 5 ലക്ഷം രൂപ ലോൺ എടുത്തു. അത് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടായി. ഏകദേശം 8 ലക്ഷം 9 ലക്ഷം രൂപേന്റെ അടുത്ത് ആയി മാറിയത്. അത് അന്ന് ആ സമയത്ത് അത് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. കാരണം പ്രാരാബ്ദവും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ, വീട് റിനോവേറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന ലോണ്. അതിന് മേലെ പിന്നീട് പെങ്ങളെ കല്യാണത്തിന് വേണ്ടിയിട്ട് പിന്നെയും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പല ലോണുകൾ വേറെ, ബ്ലേഡ് വേറെ. ഇതൊക്കെ തന്നെയല്ല ഒരു സാധാരണക്കാരന്റെ അവസ്ഥ അല്ലേ? സാധാരണക്കാരൻ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? നമ്മൾ കടത്തിൽ മുങ്ങി അല്ലെ, കടത്തിൽ ജനിച്ച് കടത്തിൽ ജീവിച്ച് കടത്തിൽ മരിക്കുന്ന ആൾക്കാരാണ്. അതേ കൂട്ടത്തിൽ കടത്തില് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും. എൻ്റെ അച്ഛനൊരു സാധാരണ ഇലക്ട്രീഷ്യനാണ്. ഈ ബിസിനസ് വന്നതിന് ശേഷമാണ് എനിക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുമെന്ന് ഞാൻ ചിന്തിക്കുന്നത്. 2012 ഈ ഒരു സിറ്റുവേഷനിൽ സമയത്ത് ഈ ബിസിനസ് എങ്ങനെ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഈ ബിസിനസ് ഒന്നും എൻ്റെ കയ്യിലില്ല. ദെൻ ബിസിനസ് സീരിയസ് ആയിട്ട്, അല്ലെങ്കിൽ ഈ 2015 എൻ്റെ കയ്യിലേക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. ഞാൻ ഇവിടെ നിൽക്കാം, സ്ലൈഡ് മാറ്റാൻ പറ്റില്ല, ഇതിൽ കാണുന്നില്ല. ഓക്കെ, കുഴപ്പമില്ല. എൻ്റെ ID ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ID കയ്യിൽ കിട്ടിയ സമയത്ത് ഇതെങ്ങനെ ചെയ്യണമെന്ന് യാതൊരുവിധ പരിചയമോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല. പക്ഷെ എന്തോ മെച്ചമുണ്ടാകും, അല്ലെങ്കിൽ ഒരു അഡീഷണൽ ഇൻകം വേണം, ഇത് മാത്രമേ എൻ്റെ ചിന്ത ഉള്ളൂ. ഓക്കെ, ആഴ്ചയിൽ 2000 രൂപ കിട്ടിയ ഹാപ്പി, ഇത്ര മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. 2,10,000 വേണമെന്നൊന്നും ഞാൻ ടാർഗറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇപ്പൊ ഇവിടെയുള്ള പല ആളുകളും, പുതിയ ആളുകളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും, അയ്യോ 2,10,000 ഇതൊക്കെ ഇപ്പൊ നടക്കുമോ എന്നായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക. 2,10,000 ഞാൻ അന്നൊന്നും ഞാൻ ടാർഗറ്റിലേ ഇല്ല. 2000 രൂപ അതൊരു വലിയ സംഭവമായിട്ട് കാണുന്നില്ല. പക്ഷെ 2000 രൂപ ആഴ്ചയിൽ കിട്ടിയാൽ മാസം 8000 രൂപ കിട്ടും. 8000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഗോകുലത്തിന്റെ ചിട്ടി അടയ്ക്കാം. ഇതേ ഉള്ളൂ എൻ്റെ ടാർഗറ്റ്. ഇങ്ങനത്തെ സംഭവങ്ങൾ നിങ്ങൾക്കില്ലേ? ഗോകുലത്തിന്റെയോ അല്ലെങ്കിൽ KSFന്റെയോ അല്ലെങ്കിൽ നിങ്ങളെ വീടിന്റെ റെന്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ബൈക്കിന്റെ അടവോ അല്ലെങ്കിൽ നിങ്ങളുടെ കാറിന്റെ അടവോ, ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്കൊന്ന് പ്ലാൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്നുള്ള ലെവലിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്ന. ദെൻ 2015 ID അടിച്ചു. പക്ഷേ ID അടിച്ചെങ്കിലും ഞാൻ ഈ ബിസിനസ് പാർട്ട് ടൈം ആയിട്ട് ചെയ്തിട്ടില്ല 6 മാസത്തോളം. നിങ്ങളും അങ്ങനെ തന്നെയല്ലേ തുടക്കത്തിൽ? ഏകദേശം എത്ര കാലം നിങ്ങൾ കാത്തുന്നുണ്ട്? നടക്കുവോ, വേണോ, ചെയ്യണോ, ചെയ്താൽ കുടുങ്ങോ, പ്രശ്നമാവോ, കുടിച്ചാ ചത്തുപോവോ, നാട്ടുകാരെന്താ പറയാ, മറ്റോരെന്താ പറയാ, ഇതൊക്കെ തന്നെ ഞാനും ചിന്തിച്ചിട്ടുണ്ടായിരുന്നേ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാൻ ചിന്തിച്ച് കഴിഞ്ഞു വന്ന വ്യക്തിയാണ്. 2016 ഏപ്രിൽ മാസത്തിൽ ഞാൻ എറണാകുളത്ത് ഒരു പ്രോഗ്രാമിൽ പോയി. ആ പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ മനസ്സിലാവുന്നത് ഇത് ഞാൻ ചെയ്തേ പറ്റൂ. ഏകദേശം 200ഓളം ആളുകൾ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമിലാണ് പങ്കെടുത്തത്. അവിടെ കുറെ ആളുകൾ ചെറിയ ചെറിയ വരുമാനം വാങ്ങുന്നതും ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ള പല കാര്യങ്ങളും അവിടെ പറഞ്ഞു. അപ്പൊ ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ട് എനിക്ക് ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്തുകൂടാ? അങ്ങനെ ഞാൻ തിരിച്ചു വരുന്ന സമയത്താണ്, ഞാൻ ആ പോയ ബസ്സിൽ തിരിച്ചു വരുന്ന സമയത്ത് അവിടുന്ന് കുറെ ആളുകൾ എക്സ്പീരിയൻസ് പറഞ്ഞു അന്ന് ആ പ്രോഗ്രാമിൽ പങ്കെടുത്തതിന്റെ. അപ്പൊ ഞാനും പറഞ്ഞു, എനിക്ക് ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യണം, പക്ഷെ എനിക്ക് ഫുൾ ടൈം ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അന്ന് എനിക്ക് എന്തുണ്ട്, എന്റെ ജപ്തി നോട്ടീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, ആ സിറ്റുവേഷനിലുള്ള സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ, ആഴ്ചയിൽ 2000 രൂപയ്ക്ക് വേണ്ടി ഞാൻ പണിയെടുക്കാൻ പോവാ പാർട്ട് ടൈം ആയിട്ട്. പക്ഷെ അത് പാർട്ട് ടൈമിൽ ഞാൻ സീരിയസ് ആയിരുന്നു. പല ആളുകളും പാർട്ട് ടൈമിൽ തമാശയായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ പാർട്ട് ടൈമിൽ ഞാൻ സീരിയസ് ആണ്. ആഴ്ച 2000 രൂപ വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് എന്നുള്ള ലെവലിൽ അങ്ങനെ ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് 2016 ഞാൻ ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങുന്നതെങ്കിലും കുറച്ചു കാലം കഴിഞ്ഞ സമയത്ത് 2000 രൂപ കിട്ടി. 2 മാസം കഴിഞ്ഞപ്പോൾ 2000 രൂപ കിട്ടി. 2000 ടാർഗറ്റ് ചെയ്ത എമൗണ്ട് നമ്മളെ കയ്യിലേക്ക് എത്തുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താ,
നമ്മുടെ ടാർഗറ്റഡ് എമൗണ്ട് നമ്മളെ കയ്യിലേക്ക് എത്തുന്നത് അല്ലെ. ദെൻ പിന്നെ ഞാൻ ചിന്തിച്ചിട്ടേ ഉള്ളൂ, എനിക്ക് ആ 2000 രൂപ ഇനിയും കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എന്റെ കൂടെ വന്ന ഓർഗനൈസേഷൻ 1-ലും 2-ലും ഉള്ള ആളുകൾക്ക് 1000 രൂപ വരുമാനം ഉണ്ടാക്കി കൊടുക്കണം. അവന്മാർക്ക് ടാർഗറ്റ് ഇല്ലെങ്കിലോ, അവന്മാർക്ക് ഡ്രീം ഇല്ലെങ്കിലോ നമ്മൾ പിന്നെയും കുടുങ്ങി. അപ്പൊ എന്ത് ചെയ്യണം? അവന്മാർക്ക് ഡ്രീം ഉണ്ടാകുന്നവർക്ക്, ടാർഗറ്റ് അവന്മാർ വെക്കുന്നവർക്ക്, അവന്മാരെ വർക്ക് കൂടി ആര് ചെയ്യണം? നമ്മൾ ചെയ്യണം എന്നുള്ള ലെവലിലേക്ക് ഇറങ്ങി തിരിച്ചു. ദെൻ അതിനുശേഷം ബിസിനസ്, ഞാൻ അന്ന് ആ സമയത്ത് ജോലി ചെയ്യുന്നത് കോഴിക്കോട് ICICI പ്രൊഡക്ഷൻ എന്നുള്ള കമ്പനിയിലാണ്. പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന സമയത്ത് ICICI പ്രൊഡക്ഷൻ എന്നുള്ള കമ്പനിയിൽ വർക്ക് ചെയ്യുക, അസിസ്റ്റന്റ് മാനേജറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. ദെൻ അന്ന് ജോലിയുണ്ട്, ഇതുണ്ട്. രാവിലെ 9 മണിക്ക് ബാങ്കിൽ പോയി കഴിഞ്ഞാൽ വൈകിട്ട് 6 മണി 7 മണിയാവും ബാങ്കിൽ നിന്ന് ഇറങ്ങാൻ. ഓക്കെ. ദെൻ അതിന് ശേഷം 7 മണിക്ക് ശേഷം ഡെയിലി ഒരാളെങ്കിലും പോയി കാണും. ഞാൻ ചിന്തിച്ചത്രേ ഉള്ളൂ, ഡെയിലി ഒരാളെ കണ്ടാൽ പോരെ? 365 ദിവസവും ഒരാളെ പോയി ഡെയിലി കാണാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 365 ആളെ കാണാൻ വേണ്ടി പറ്റും. ഇനി അങ്ങനെ പറ്റിയിട്ടില്ല, ഒരു കൊല്ലത്തിൽ മിനിമം 50 പേരെ കാണാൻ പറ്റൂലേ? ഏറ്റവും കുറഞ്ഞത് 50 പേരെ കണ്ടൂടെ? ഈ 50 പേരിൽ ഒരു കൊല്ലം കൊണ്ട് 10 പേരുടെ ടീം ഉണ്ടാക്കിക്കൂടെ? ഒരു കൊല്ലം കഴിയുമ്പോൾ എന്റെ ടീമിൽ 10 പേരുടെ ടീമായി മാറല്ലോ. ഒന്നും ചെയ്യാതിരുന്നാൽ എന്തെങ്കിലും മെച്ചമുണ്ടോ? ഇല്ല. അപ്പൊ ഒരു കൊല്ലം കഴിയുന്ന സമയത്ത് 10 പേരുടെ ടീം ഉണ്ടായാൽ മതി ഡെയിലി പണിയെടുത്ത് കഴിഞ്ഞാൽ എന്നുള്ള ടാർഗറ്റിലാണ് ഇറങ്ങി തിരിച്ചത്. അങ്ങനെ കുറെ കഴിഞ്ഞ സമയത്ത് ഈ ബിസിനസ് സീരിയസ് ആയിട്ട് നല്ല രീതിയിൽ വരുമാനമൊക്കെ കിട്ടി തുടങ്ങി. 2017 ഈ ബിസിനസ്സിൽ കൂടി എനിക്ക് മെയ് മാസത്തിൽ ICICIയിൽ കൂടി ഒരു ട്രാൻസ്ഫർ കിട്ടി. ആ ട്രാൻസ്ഫർ കിട്ടുന്ന അതേ സമയത്ത് തന്നെയാണ് ഞാൻ ഈ ബിസിനസ്സിൽ എന്ത് ചെയ്യുന്നത്? ഒരു ടിയാഗോ കാറും വാങ്ങിക്കുന്നത്. അതായത് 2017 മെയ് മാസത്തിൽ ഞാൻ തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ ആക്കി പോയി. ആ സമയത്ത് തന്നെയാണ് ഞാൻ കമ്പനിയുടെ മെയ് മാസത്തിൽ ട്രാൻസ്ഫർ വാങ്ങിപ്പോയി. ജൂൺ മാസത്തിൽ ടാറ്റ ടിയാഗോ കാർ വാങ്ങിച്ചു. അതായത് ഒരൊറ്റ കൊല്ലം കൊണ്ട് തന്നെ ഞാൻ എന്റെ ചൊറയും വലിയ തീർത്തു. ചൊറയും വലിയ തീർക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായി ഉണ്ടാവുമല്ലോ അല്ലേ? കോഴിക്കോട് സ്ലാങ് ആണ്. ഓക്കെ. മലപ്പുറത്തുള്ള ആളുകൾക്ക് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ. അതായത് സിറ്റുവേഷൻ എന്താന്ന് വെച്ചാൽ, ഞാൻ പല സ്ഥലങ്ങളിലായിട്ട് ലോണൊക്കെ അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം പൈസ കടം വാങ്ങിച്ചിട്ട്, ഏതായാലും കടത്തിനാണ്, മൊത്തം സാധനങ്ങളും മൊത്തം കടങ്ങളും ഒന്നിച്ച് ക്ലിയർ ചെയ്തിട്ട് അതൊരു ലോണാക്കി മാറ്റി. കാരണം ഇത് ജോലി ഫുൾ ടൈം ആവണം, അല്ലെങ്കിൽ ഈ ബിസിനസ് ഫുൾ ടൈം ആക്കണം. അതിനെന്ത് ചെയ്യണം? എന്റെ ആധാർ ഒന്ന് ക്ലിയർ ചെയ്യണം എന്നുള്ള മൈൻഡിലാണ് ഉണ്ടായിരുന്നത്. ദെൻ അതിനുശേഷം ഈ ബിസിനസ്സിൽ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയെങ്കിലും അതേ സമയത്ത് 2017 ഞാൻ ടാറ്റ ടിയാഗോ കാർ വെച്ച് എന്റെ ആദ്യത്തെ അച്ചീവ്മെന്റ്സ് അതാണ്. ബെൽനിസാറിന്റെ ടീമല്ലേ കൂടുതൽ ഈ ഹാളിലുള്ളത് അല്ലെ? കൂടുതലുള്ളത് ബെൽനിസാറിന്റെ ടീമാണ്. മറ്റുള്ള ടീമുകളുണ്ട്. ഓക്കെ. വിനോദ് സാറിന്റെ ടീമും ഉണ്ട്. ഓക്കെ. പക്ഷെ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മലബാറിലെ ബെൽനിസാറിന്റെ ടീമിലെ ആദ്യത്തെ കാർ അച്ചീവർ ആയിട്ട് മാറാൻ എനിക്ക് സാധിച്ചു ഒരൊറ്റ വർഷം കൊണ്ട് ഈ ബിസിനസ് കൂടി. ഓക്കെ. ചിന്തിച്ചത്രേ ഉള്ളൂ. അതായത് നമ്മുടെ കൂടെ വന്ന ആളുകൾക്ക് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടാണ് ഇതാക്കേണ്ടത്. നിങ്ങൾ നോക്കണം, അത്രേ ഉള്ളൂ. ഞാനതിന് ശേഷം 2017 സെപ്റ്റംബർ ആയപ്പോഴത്തേക്ക് ZTC എന്ന് പറഞ്ഞ റാങ്കിലേക്ക് എത്തി. ഓക്കെ. തിരുവനന്തപുരത്ത് നിന്നാണ് ഞാൻ ZTC റാങ്കിലേക്ക് എത്തുന്നത്. കറക്റ്റ് ഒരു വർഷം 2018 ആയപ്പോഴത്തേക്ക് തന്നെ ഞാൻ ഇത് ജോലി റിസൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതേ സമയത്ത് നിങ്ങൾ നോക്കണം, 2016 എന്റെ മറ്റൊരു തെളിവാണ് ഇതൊക്കെ. 2016 9-ാം മാസത്തിൽ 21/9/2026 KL AC 5821. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എന്റെ കയ്യിലുണ്ടായിരുന്ന അന്നത്തെ വണ്ടി ഒരു സെക്കൻഡ് ഹാൻഡ് CD Deluxe ബൈക്കാ. CD Deluxe ബൈക്ക് ഏതാണെന്ന് അറിയോ? അറിയാത്ത ആൾക്കാരും ഉണ്ടാവും. മീൻകാർ കൊണ്ടെടുക്കുന്ന വണ്ടി. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ പറയാം, അതായിരുന്നു എന്റെ ബൈക്ക്. ഓക്കെ. ജോലി ICICI ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജർ. വ്യത്യാസം. ജോലി അസിസ്റ്റന്റ് മാനേജർ, കൊണ്ടെടുക്കുന്ന വണ്ടി സെക്കൻഡ് ഹാൻഡ് CD Deluxe ബൈക്ക്. ഇങ്ങനെ ഓടിച്ചോണ്ടിരുന്ന കാരണം എന്താ? എന്റെ പ്രശ്നങ്ങൾ എന്താ? എന്റെ വീട് ജപ്തി ചെയ്യാൻ വെച്ചിട്ടില്ല. ഞാൻ എത്ര കുളൂസ് ആക്കിയിട്ടും കാര്യമില്ല. നാട്ടുകാർക്കൊക്കെ അറിയാം എന്താ ഓൻ പാപ്പരാണെന്ന് ഓന്റെ വീട് ജപ്തി ചെയ്യാൻ വെച്ചത്. ഞാൻ എന്ത് കുളൂസ് ആക്കിയിട്ടും ഒരു കാര്യമില്ല. ആളുകൾ എന്നെ എങ്ങനെയേ കാണുള്ളൂ? ഓൻ കടത്തിൽ മുങ്ങി കഴിഞ്ഞു. ഞാൻ അന്നേരം പൾസർ ബൈക്കോ അല്ലെങ്കിൽ വലിയ എൻഫീൽഡ് എടുത്ത് നടന്നിട്ടുണ്ടെങ്കിൽ നാട്ടുകാരെന്താ പറയാ? ഓന്റെ വീട് ജപ്തി ചെയ്യാൻ വെച്ചാ, അവൻ നടക്കുന്നു നോക്ക്, അങ്ങനെയല്ലേ പറയാ? ഓക്കെ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ രീതിയിൽ ചിന്തിക്കാതെ ഇതിനൊക്കെ ഏറ്റെടുത്ത് സീരിയസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി. ദെൻ അതിനുശേഷമാണ് നിങ്ങൾ നോക്കിയാൽ ഞാൻ പറഞ്ഞു ടാറ്റ ടിയാഗോ കാർ വാങ്ങിക്കുന്നതും അതേ സമയത്ത് ഈ ബിസിനസ്സിൽ കൂടി സീരിയസ് ആയിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. 2018 ഞാൻ ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുത്തു തിരുവനന്തപുരത്ത് വെച്ചിട്ട്. ഗിഫ്റ്റ് എന്ന് പറഞ്ഞ സംഭവം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ. ഗിഫ്റ്റ് അല്ല, കൊടുക്കുന്ന സാധനമല്ല. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, അതാണ് ഗിഫ്റ്റ് എന്ന് പറയുന്നത്. തിരുവനന്തപുരത്ത് കേരള ഗവൺമെന്റിന്റെ ഒരു സംവിധാനമാണ്. അതായത് KSFE, KFC അങ്ങനത്തെ കേരളത്തിന്റെ ഫിനാൻഷ്യൽ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നതും അതേപോലെ തന്നെ കേരളത്തിന് വേണ്ടി സർവേകൾ എടുക്കുന്നതും ഒക്കെ അവരാണ് ഡയറക്ട് സെല്ലിങ്ങിന് വേണ്ടിയിട്ട് പുതിയ നിയമനിർമ്മാണം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പൊ മനസ്സിലായോ? ജോസഫ് തൂങ്കുഴിയുടെ ഗിഫ്റ്റ്. ഓക്കെ. അവരുടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം പങ്കെടുത്തു 2018 ഫെബ്രുവരി മാസം
18-ാം തീയതി ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തു. ആ പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോഴാണ് ഇതിന്റെ സാധ്യത വളരെ വലുതാണെന്ന് മനസ്സിലായത്. ഗവൺമെന്റ് പറഞ്ഞത് ഇങ്ങനെയാണ്. അന്നത്തെ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി പി തിലോത്തമൻ അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: കേരള ഗവൺമെന്റിന് ഇതൊരു പുതിയ ബിസിനസ്സാണ്. ഞങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ വലിയ വലിയ റവന്യൂ കിട്ടുന്നതായിട്ട് ഞങ്ങൾക്ക് അറിയാം. ഞങ്ങളും ഈ മേഖലയിലേക്ക് കടക്കുകയാണ്. 2025 വരുന്ന സമയത്ത് കേരള ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നു 2000 കോടി റവന്യൂ ഉള്ള ഒരു മേഖലയായിട്ട് ഇത് മാറുമെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ. ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സർവേ പ്രകാരം പറയുന്നത് അങ്ങനെയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് 2018 അത് കേരള ഗവൺമെന്റ് എന്ത് ചെയ്തു? ഇതിനു വേണ്ടി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്, ഇതിന് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ആദ്യമായിട്ട് ട്രെയിനിങ് കൊടുക്കുന്ന ഏകദേശം 200ഓളം പേര് നിങ്ങളാണ്. അതിലൊരാളായിരുന്നു ഞാൻ. ആ പ്രോഗ്രാം പങ്കെടുത്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. കേരള ഗവൺമെന്റിന് എന്തായാലും 2000 കോടിയുടെ റവന്യൂ ലഭിക്കാൻ വേണ്ടി പോവാണ് 2025 വരുന്ന സമയത്ത്. ഞാൻ ബാങ്കിലായതുകൊണ്ട് തന്നെ ഒരുപാട് പൈസന്റെ കാര്യങ്ങൾ, ഫുള്ള് കണക്കിന്റെ കാര്യങ്ങൾ എന്നെ കൂടുതൽ കേൾക്കുന്നതുകൊണ്ടും ഞാൻ ചിന്തിച്ചത് നേരെ തിരിച്ചാണ്. 2000 കോടി കേരള ഗവൺമെന്റിന് കിട്ടണമെങ്കിൽ 100 രൂപ ഒരു പ്രൊഡക്റ്റ് ബില്ലടിക്കുമ്പോൾ GST അല്ലെങ്കിൽ ടാക്സിന്റെ കിട്ടുമ്പോൾ 100 രൂപയുടെ ബില്ലിനകത്തുനിന്ന് 5 രൂപയാണ് കേരള ഗവൺമെന്റിന് കിട്ടുന്നത്, അല്ലെങ്കിൽ ടാക്സ് ആയിട്ട് പോകുന്നത്. ഈ 5 രൂപയിൽ നിന്ന് 2.5 രൂപ കേരള ഗവൺമെന്റിനുള്ളതാണ്, 2.5 രൂപ സെൻട്രൽ ഗവൺമെന്റിനുള്ളതാണ്. സെൻട്രൽ GST, സ്റ്റേറ്റ് GST. അപ്പൊ 2.5 രൂപ കേരള ഗവൺമെന്റിന്റെ വെച്ചിട്ട് 2000 കോടി ആവണം. അങ്ങനെയാണെങ്കിൽ എത്ര ലക്ഷം ടൂത്ത് പേസ്റ്റ് കച്ചവടം ചെയ്യണം, എത്ര ലക്ഷം കഫ്നിൽ കച്ചവടം ചെയ്യണം, എത്ര ലക്ഷം സോപ്പ് കച്ചവടം ചെയ്യണം? ഇങ്ങനെയാണ് ഞാൻ ചിന്തിച്ചത്. നിങ്ങൾ എങ്ങനെ ചിന്തിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. ഓക്കെ, ഞാൻ ചിന്തിച്ച അങ്ങനെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കച്ചവടം നടക്കും എന്നുള്ളത് ആര് പ്രതീക്ഷിക്കുന്നുണ്ട്? ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്താൽ മതി? കച്ചവടം ചെയ്താൽ മതി. ഗവൺമെന്റ് എന്ത് ചെയ്തോളും? അവർക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ അവർ ചെയ്തോളും. അപ്പൊ എത്രയും പെട്ടെന്ന് ജോലി റിസൈൻ ചെയ്യുക എന്നുള്ളതാണ് എന്റെ അടുത്ത ചിന്ത. ഓക്കെ, കാരണം എന്ത് ചെയ്യണം? ഇതിനനുസരിച്ചിട്ട് കയറി ഓടണം. അപ്പൊ ആ ചിന്തയില് വേറെ ഞാനാണ് ഇത് കേട്ടിട്ടുള്ളത്. എന്റെ വീട്ടിൽ പോയിട്ട് അച്ഛനോടും അമ്മനോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ജോലി റിസൈൻ ചെയ്യാൻ സമ്മതിക്കൂല. ഞാൻ എന്ത് ചെയ്തു? ആരോടും പറയാതെ ഞാൻ ജോലി റിസൈൻ ചെയ്തു. 2018 മെയ് മാസം 31-ാം തീയതി. അതായത് 2017 മെയ് മാസത്തിലാണ് ഞാൻ തിരുവനന്തപുരത്ത് എത്തുന്നത്. 2018 മെയ് മാസം 31-ാം തീയതി ജോലി റിസൈൻ ചെയ്തു. ഫുൾ ടൈം കരിയർ ആയിട്ട് ഈ മേഖലയിൽ നിന്ന് ഏറ്റെടുത്തു. ആ റിസൈൻ ചെയ്ത ആ സമയമായപ്പോഴത്തേക്ക് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ZTC ആണെങ്കിൽ തിരുവനന്തപുരത്തേക്ക് പോകുന്നേരം ടീം ഉള്ളത് കൊണ്ട് തന്നെ, ഒരു കുട്ടി ടീമിൽ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് തന്നെ മെച്ചം എന്താണെന്ന് വെച്ചാൽ ഒറ്റ കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് അതായത് ആദ്യത്തെ ഒരു കൊല്ലം കൊണ്ട് ZTC ആണെങ്കിൽ 15 ലക്ഷം മാച്ച് ആയതെങ്കിൽ ഞാൻ ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് എന്റെ കുട്ടി ടീം ചെയ്തതുകൊണ്ട് തന്നെ ഒരു കൊല്ലം കൊണ്ട് എനിക്ക് 10 ലക്ഷം ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു കൊല്ലം കൊണ്ട് കച്ചവടം കുറഞ്ഞതാണ്. അതായത് 2018 ആയപ്പോഴത്തേക്ക് STC റാങ്കിലേക്ക് എത്താൻ വേണ്ടി പറ്റി. STC റാങ്കിൽ എത്തിയപ്പോഴത്തേക്ക് ഒന്നും നോക്കില്ല, കണ്ണും പൂട്ടി ജോലി റിസൈൻ ചെയ്തു. എന്ന ആ സമയത്ത് എന്റെ ടീമിൽ എന്റെ ഓർഗനൈസേഷൻ 1-ലും 2-ലും നോക്കുന്ന സമയത്ത് എന്റെ ഓർഗനൈസേഷൻ 1-ല് ബിജു കുരുവട്ടൂർ, അതേപോലെ തന്നെ പ്രജീഷ് ഏട്ടൻ, അതേപോലെ തന്നെ ഭവിനേഷ്, ഇവരൊക്കെ TC ആ റാങ്കിലൊക്കെ ഉണ്ടായിരുന്നത്. TC, ATC റാങ്ക്. ഭവിനേഷ് ATC ആയിട്ടില്ല. അതേപോലെ തന്നെ ബിജു ഏട്ടൻ ATC റാങ്കിലും, അതേപോലെ പ്രജീഷ് ഏട്ടൻ TC റാങ്കിലും ഒക്കെ. ഈ 3 പേരാണ് പ്രധാനപ്പെട്ട ലീഡേഴ്സ്. മറ്റേ സൈഡിൽ നോക്കുന്ന സമയത്ത് ബൈജു സാം, അതിന്റെ പ്രജീഷ് കാവിൽ, അതേപോലെ തന്നെ മറ്റുള്ള സുധീഷ് ഏട്ടൻ, ഇവരൊക്കെ ഈ ബൈജു സാമും അതേപോലെ തന്നെ പ്രജീഷ് കാവിലൊക്കെ ZTC റാങ്കിലും. അപ്പൊ എന്റെ പവർ സൈഡ് ഏതാണ്? പ്രജീഷ് കാവിലിന്റെ അല്ലെങ്കിൽ ബൈജു സാമിന്റെ ആ ടീം. ഷമീർ സാർ ഒക്കെ അന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അന്നൊന്നും ഷമീർ സാർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഈ ബിസിനസ്സിൽ. ബൈജു സാറിന്റെ ടീമിലാണ് ഷമീർ സാറൊക്കെ വന്നത്. അതൊന്നും അവർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഞാൻ വരുന്ന സമയത്ത്, ഞാൻ നോക്കുന്ന സമയത്ത് എന്റെ ടീമിൽ ഇന്നത്തെ എന്റെ പ്രധാനപ്പെട്ട NTC ലീഡേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ സുരാജ് മാസ്റ്റർ റൂബി റാങ്കിലും, അതേപോലെ തന്നെ രഞ്ജിത് ബാലു സ്റ്റാർ റാങ്കിലും, ഭവിനേഷ് സാറ് ATC റാങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ഞാൻ വന്നതിന് ശേഷം ഞാൻ ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ ടീമിനെ കൂട്ടിപ്പിടിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതാണ്. ഞാനൊരു എക്സ്പീരിയൻസ് പ്ലസ് ട്രെയിനിങ് ആണ് ഞങ്ങൾ തരുന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കണ്ടാൽ മതി നിങ്ങൾ. ഓക്കെ, ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ ടീമിനെ കൂട്ടിപ്പിടിച്ചു. എന്റെ TC എന്റെ അപ്പോ ആളുകളെ മാത്രം കൂട്ടിവിട്ടു. റൂബി എന്റെ അപ്പോ ആളുകളെ കൂട്ടിപ്പിടിച്ചു. അതായത് 1 ലക്ഷം ബിസിനസ് വോളിയം മാച്ച് ചെയ്തിട്ടുള്ള ആളുകളെ മാത്രം കൂട്ടിപ്പിടിച്ച് ആകപ്പാടെ 10 ആൾക്കാർ, ഇത്ര മാത്രമേ ഉള്ളൂ ഒരു STC ആയെന്ന് സംബന്ധിച്ചു. ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ ഈ ബിസിനസ് ഫുൾ ടൈം ജോലി റിസൈൻ ചെയ്ത് കപ്പൽ കത്തിച്ച് ഇറങ്ങാൻ പോവാണ്. ആരൊക്കെ കൂടെ നിൽക്കുന്നുണ്ടോ അവരെയും കൊണ്ട് ഞാൻ പായും. എന്റെ കൂടെ നിങ്ങൾ കട്ടയ്ക്ക് കൂടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് വളരാം. ഓക്കെ, ഇങ്ങനെ ഞാൻ പറഞ്ഞു. എന്നാൽ മാർക്കറ്റിൽ ഇപ്പോഴും ചില ആളുകൾ, ചില മണ്ടന്മാരായിട്ടുള്ള ലീഡർമാർ പറയുന്നുണ്ട്, എന്റെ ഇംഗത്തിന് വേണ്ടി ഞാൻ പണിയെടുക്കും, നിങ്ങളെ ഇംഗത്തിന് വേണ്ടി നിങ്ങൾ പണിയെടുത്തോളി എന്ന് പറയുന്ന മണ്ടന്മാരായിട്ടുള്ള ലീഡർമാരും മാർക്കറ്റിലുണ്ട്. ഇതേ മാർക്കറ്റിൽ, കേരള മാർക്കറ്റിലുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, എന്റെ കൂടെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ വരുമാനത്തിന് വേണ്ടി ഞാൻ പണിയെടുക്കും,
നമുക്ക് ഒന്നിച്ച് പണിയെടുക്കാം. നിങ്ങൾ 1% എഫേർട്ട് ഇടുകയാണെങ്കിൽ ഞാൻ 2% എഫേർട്ട് ഇടും, നിങ്ങൾ 100% എഫേർട്ട് ഇടുകയാണെങ്കിൽ ഞാൻ 200% എഫേർട്ട് ഇടും എന്നുള്ള ആ ടീമിന് ആ കോൺഫിഡൻസ് കൊടുത്ത സമയത്ത് ടീമിന് എല്ലാ ആഴ്ചയിലും പ്രൊഡക്ട് ട്രെയിനിങ്ങും FSSഉം റെഗുലർ ആയിട്ട് മാറി മാറി കൊടുക്കാൻ തുടങ്ങിയപ്പം STCന്ന് ഞാൻ 3 കൊല്ലം എടുത്തു അല്ലെങ്കിൽ 2 കൊല്ലം എടുത്തു STC ആവാനെങ്കിൽ അടുത്ത 10 മാസം കൊണ്ട് പുതിയ 50 ലക്ഷം ബിസിനസ് വന്ന് എന്താ പറയാ RTC റാങ്കിലേക്ക് എത്തി. സാർ അത് എന്റെ കഴിവുകൊണ്ടല്ല, ഞാൻ കൊടുത്ത ടീമിന്റെ ടീം എടുത്ത് കോൺഫിഡൻസ് ആയിട്ട് ഒരു കാര്യമായി കഴിഞ്ഞാലോ ഓൻ എനിക്ക് പണ്ടേ അറിയാം, ഓൻ എന്റെ സുഹൃത്തല്ലേ, ഓൻ കഴിവുള്ളവനല്ലേ, ഓൻ സൂപ്പർ അല്ലേ, ഇങ്ങനെ പറയുന്ന ആൾക്കാരല്ലേ നമ്മുടെ നാട്ടിലുള്ളത് അല്ലെ? ഇന്ന് അതേപോലെ തന്നെ എന്നെ പറ്റി പറയുന്നത്. ഞാൻ തുടങ്ങുന്ന സമയത്ത് ആരും സുബീഷ് അടിപൊളിയാന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഞാൻ തുടങ്ങി കഴിഞ്ഞ സമയത്ത് സുബീഷിനെ പറ്റി എന്താ പറയാ പറയുന്നത്, ഓൻ ഭാഗ്യം കൊണ്ട് കഴിച്ചതായതാ, ലക്കടിച്ച് കഴിച്ചതായതാ. ഈ പറയുന്ന ആൾക്കാർ ആരായിരിക്കും അറിയോ? മര്യാദ പണിയെടുക്കാത്ത ആൾക്കാർ, സ്വാഭാവികം മര്യാദ പണിയെടുക്കാത്ത ആൾക്കാർ, വേറെ ഒന്നല്ല. കാരണം ഇപ്പോഴും ആഗ്രഹിച്ച് നിൽക്കുന്നത് ഭാഗ്യം കൊണ്ട് വെച്ചിട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഈ ഹാളിൽ ഇപ്പൊ ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുള്ള 2 പേര് ഇവന്മാരാ അല്ലെ? മക്കളെ പണിയെടുത്താൽ അടുത്ത 5 വർഷം എന്താ പറയാ ഒന്ന് അറിഞ്ഞ് പഠിച്ച് സീരിയസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ബെൻസ് കാറിൽ പെണ്ണ് കാണാൻ പോവാ. ത്രില്ലിംഗ് ബിസിനസ്, ഇത്ര മാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല. ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്റ്റാൻഡേർഡ് സാലറി എന്ന് അറിയപ്പെടുന്നത് എന്താ അറിയാം? ലോകത്തിലെ സ്റ്റാൻഡേർഡ് സാലറി ഇങ്ങനെ മാസത്തിൽ ശമ്പളമാണോ? അല്ല, മണ്ടന്മാരാണ്. ജോലിക്ക് പോയി മാസത്തിൽ ഒരു കൊല്ലത്തിൽ 12 തവണ പൈസ ഉണ്ടാക്കുന്നത്, ശമ്പളം വാങ്ങുന്നത് മണ്ടന്മാരാ. സത്യം പറയാ, ജോലി ചെയ്തിട്ടല്ല പൈസ. ലോകത്തിലെ സ്റ്റാൻഡേർഡ് സാലറി എന്ന് പറയുന്നത് വീക്കിലിയാണ്, ആഴ്ചയിലാണ്. ആർക്കാ വീക്കിലി സ്റ്റാൻഡേർഡ് സാലറി കിട്ടുന്ന? ആർക്കാ? ഫുട്ബോൾ കളിക്കാർക്ക്, ക്രിക്കറ്റ് കളിക്കാർക്ക്. ഫുട്ബോൾ കളിക്കാർക്ക് എങ്ങനെയാ? മെസ്സിക്ക് എത്രയാ? 500 കോടി. റൊണാൾഡോക്ക് എത്രയാ? 600 കോടി. എങ്ങനെ പൈസ കൊടുക്കുന്നേ? ഒറ്റയടിക്ക് 500 കോടി കൊടുക്കൂല. വീക്കിലി പേയ്മെന്റാ. എല്ലാ വീക്കെൻഡിലും അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്തു. സെയിം അതേപോലെ സാറേ ലോകത്തിലെ സ്റ്റാൻഡേർഡ് സാലറി കൊടുത്തോണ്ടിരിക്കുന്ന, ആഴ്ചയിൽ 2,10,000 കൊടുത്തോണ്ടിരിക്കുന്ന ഇന്ത്യൻ കമ്പനി MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്, അവിടേക്ക് ഞങ്ങൾ വിളിക്കുന്നത് നിങ്ങളെ. ഓക്കെ, ആ രീതിയിലുള്ള ചിന്തയോടുകൂടി ഈ ബിസിനസ്സിലേക്ക് നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ, ഞാൻ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കോ, ഞാൻ എന്റെ ഒരു പണിയും തൊരവില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് ഈ ബിസിനസ്സിലേക്ക് വന്നല്ല, എന്റെ ആ സമയത്തുള്ള സാലറി നോക്കിയാൽ മതി, അല്ലെങ്കിൽ എന്റെ പോസ്റ്റ് നോക്കിയാൽ മതി. കയ്യിലൊന്നും ഇല്ലായിരുന്നു, കാരണം കടങ്ങൾ വീട്ടാൻ മാത്രം ഉണ്ടായിരുന്നു. ഇത് തന്നെയാണ് എല്ലാ സാധാരണക്കാരന്റെ അവസ്ഥ. 50,000 രൂപ കിട്ടും ശമ്പളം കിട്ടുന്ന പരലുകൾ ഉപയോഗിക്കി 20-ാം തീയതി ആകുമ്പോഴത്തേക്ക് മൂപ്പര് പാപ്പരായിരിക്കും എല്ലാ മാസവും. ഞാനും അങ്ങനെ തന്നെയാ. 40,000 രൂപ ശമ്പളവും 10-15,000 രൂപ അലവൻസും കിട്ടുന്നുണ്ട്. ICC അല്ല ജോലി. എന്താ ജോലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുടുംബക്കാരെടുത്തോ അല്ലെങ്കിൽ അമ്മ വീട്ടിലോ അല്ലെങ്കിൽ അച്ഛൻ്റെ കുടുംബത്തിലോ കുടുംബക്കാരെടുത്തൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് എവിടെയാ ജോലി? ICCയിൽ അസിസ്റ്റന്റ് മാനേജരാ. അതൊരു കുളിരാ പറയുന്നേരം. നമ്മളെ കയ്യിൽ എന്തുണ്ടോ? ഒന്നുമില്ല. ഇതല്ലേ നമ്മളൊക്കെ സാധാരണക്കാരന്റെ എല്ലാവരുടെയും അവസ്ഥ? ഓക്കെ, അതല്ല മക്കളെ വേണ്ടത്. പൈസ അന്നേരം നമ്മൾ നല്ല ഏജിൽ നല്ല ആരോഗ്യത്തിൽ പൈസ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ടുള്ളൂ. അങ്ങനെ ഇറങ്ങി തിരിച്ച് 2018 സീരിയസ് ആയി ചെയ്തു. 2019 ദുബായ് ട്രിപ്പ് പോകാൻ സാധിച്ചു. അത് വിത്ത് ടീമിന്റെ കൂടെ പോകാൻ സാധിച്ചു. ദെൻ അതേ സമയത്ത് ഏറ്റെടുത്ത് സീരിയസ് ആയിട്ട് ചെയ്തുകൊണ്ട് 2020 ഈ ബിസിനസ്സിലൂടെ 2016 ഈ ബിസിനസ്സിൽ ഒരു സെക്കൻഡ് ഹാൻഡ് CD Deluxe ബൈക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 2017 ടാറ്റ ടിയാഗോ വാങ്ങിക്കാനും, അതേപോലെ തന്നെ 2020 സ്കോഡ റാപ്പിഡ് എന്ന് പറയുന്ന 14 ലക്ഷം രൂപയുടെ മുതൽ എന്റെ കയ്യിൽ കൊണ്ടു. NTC റാങ്കിലേക്ക് എത്താനും, അതേപോലെ തന്നെ സീലിംഗ് അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കിയെടുക്കാനും. ഞാൻ പറഞ്ഞു 2000 മതി എന്ന് പറഞ്ഞിടത്ത് ഈ ബിസിനസ് ഒരു ടീമിന്റെ സഹായത്തോട് കൂടിയിട്ട് ടീമിന്റെ കൂടെ രാവും പകലും എന്ന് ഇറങ്ങി ഓടാൻ തയ്യാറായപ്പോ എന്റെ അക്കൗണ്ടിലേക്ക് വന്നു 2020 2,10,000 രൂപ. ഓക്കെ, ഇത് ടീം വർക്കിന്റെ കഴിവുകൊണ്ടാണ്. നിങ്ങൾ ചിന്തിക്കണേ, ഇത് എന്റെ കഴിവുകൊണ്ടല്ല, ഇത് ടീം വർക്കിന്റെ കഴിവുകൊണ്ടാ. ഓ അത് ശരി. അപ്പൊ ഇത് നിങ്ങളെ കഴിവുകൊണ്ടല്ലേ, ടീം ഉള്ളത് കൊണ്ട് കഴിച്ചിലായി പോയതല്ലേ സാർ? ആ ടീമിനെ ഉപയോഗിക്കണം, എന്നുള്ളതാണ്. ആ ടീമിനെ പഠിപ്പിച്ച് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പറ്റുന്നിടത്താണ് നമ്മൾ ഈ ബിസിനസ്സിൽ കൂടി സക്സസ് ആവുന്നത്. ഓക്കെ, ആ രീതിയിൽ സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന സമയത്ത് 2 കാർ നിങ്ങൾ നോക്കിയേ, ടാറ്റ ടിയാഗോയും അതേപോലെ തന്നെ സ്കോഡ റാപ്പിഡും ഒരുപോലെ ഉപയോഗിക്കുന്നു. ഒരു കാലത്ത് ഞാൻ പാപ്പരാണ് എന്ന് പറഞ്ഞ സമയത്ത് സത്യം പറയുകയാണെങ്കിൽ ഞാൻ പെണ്ണ് കെട്ടിയിട്ടില്ലായിരുന്നു ആ സമയത്തൊന്നും. കാരണം എന്തില്ല, 2012 പെങ്ങളെ കല്യാണത്തിന്റെ സമയത്ത് എൻ്റെ അടുത്ത് കുറെ സുഹൃത്തുക്കൾ പറഞ്ഞു, എടാ സുബീഷേ, ഏതായാലും ഒരു കാര്യം ചെയ്യും, ഈ ഫുള്ള് കടത്തിലാണ്, എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഒരു അവസരമുണ്ട്, ഒരു സ്കോപ്പ് ഉണ്ട്. എന്താണെന്നറിയോ? ആ പെങ്ങളെ കല്യാണം നടത്തുമ്പോ
അന്റെ കല്യാണം കൂടെ നടത്തിക്കാള്. വലിയ ചെലവില്ല. ഒരു 5 പവന്റെ താലി മാത്രം വാങ്ങിച്ചാൽ മതി, ബാക്കി ചെലവൊക്കെ സെയിം ആണ്. കറക്റ്റ് അല്ലേ? ഒരു സൂത്രപ്പണിയല്ലേ? ഓളെ സ്വർണം കിട്ടും, അതിന്റെ മുകളിൽ അന്റെ കടങ്ങൾ തീർക്കാന്ന്. അതും ഒരു ശരിയാണല്ലോ. ഞാൻ ആ സമയത്ത് എന്ത് ചെയ്തു? ആ രീതിയിൽ ചിന്തിച്ചു. ഞാൻ പോയി നോക്കിയപ്പോഴാണ് ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായത്. പപ്പു പറഞ്ഞ മാതിരി, താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ പറഞ്ഞ മാതിരി. ഞാൻ എന്നെ പറ്റി ഞാനൊന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത്, ഞാൻ പോയി പെണ്ണ് കാണാൻ പോയപ്പോഴാണ് മനസ്സിലാവുന്നത് ഞാൻ ആരാണെന്ന്. നാട്ടിൽ പോയി അന്വേഷിച്ചപ്പോൾ നാട്ടുകാർ പറയുന്നത് എന്താ അറിയാം? ഓൻ കടത്തിൽ മൂങ്ങി കുത്തിരിക്കുകയാണല്ലോ, ഓൻ പാപ്പരാണല്ലോ എന്നുള്ളത്. അപ്പൊ നാട്ടുകാർ എന്ത് സമ്മതിക്കൂല? കല്യാണം കഴിക്കാൻ സമ്മതിക്കൂല. ഓക്കെ, നിങ്ങൾക്ക് പെണ്ണിട്ടുണ്ടെന്ന് എന്തെങ്കിലും എന്ത് ചെയ്യണം? നാട്ടുകാർ നിങ്ങളെ അംഗീകരിക്കണം, കഴിവുള്ളവനാണ്, പൈസ ഉണ്ട് എന്നുള്ളത് അംഗീകരിക്കണം. എന്നാൽ മാത്രമേ കിട്ടുള്ളൂ എന്ന് കാര്യം മനസ്സിലായി. അല്ലെങ്കിൽ കിട്ടുമ്പോക്ക് സ്വർണം കിട്ടൂല. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചു, എന്നാ പിന്നെ കല്യാണം കഴിക്കേണ്ടപ്പോ തൽക്കാലം പൈസ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്താൽ മതി, എനിക്ക് ഓളെ സ്വർണം വെച്ചിട്ട് എന്ത് വേണ്ട, കടം വീട്ടണ്ട. 2020 ആയപ്പോഴത്തേക്ക് 2020 ആയപ്പോഴത്തേക്ക് 2 കാറ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ആയപ്പോ എന്റെ ടീമിലുള്ള ആളുകൾ ചോദിച്ചു, സാറേ എങ്ങനെ എന്തെത്രയും കാലം കല്യാണം കഴിക്കാതെ? ഓൻ ഇപ്പോഴെങ്കിലും ചോദിച്ചല്ലോ, സമാധാനമായി. ഞാൻ ഓന്റെ കൂടെ രാവും പകലും ഓടല. സാറേ നിങ്ങൾ ഞായറാഴ്ച നിങ്ങൾ എല്ലാ ഞായറാഴ്ചയും ട്രെയിനിങ്ങും FSS ആയിട്ട് നടക്കല്ലേ, ഇവിടെ ട്രെയിനിങ് ആയിട്ട് നടക്കല്ലേ, നിങ്ങൾ പെണ്ണാണെന്നൊക്കെ പോയി കല്യാണം കഴിക്കുന്നു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, നമുക്ക് ഇരുന്ന് കാണുന്നേരം നോക്കാം. അങ്ങനെ എന്റെ ടീമിലുള്ള ഒരു STCന്റെ കറഫിൽ ഒരാളിന്റെ ഒരിക്കൽ ഒരു ടീം മീറ്റിംഗിന് കൂട്ടിക്കൊണ്ടേ. ടീം മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അയാളിനോട് പറയാണ്, സാറേ ഇന്ന് നിങ്ങൾ പെണ്ണുകാണൽ ചടങ്ങാണ് നടന്നത്. അതിലൊരു കുട്ടി ആ വീട്ടിലായിരുന്നു, ആ വീട്ടില് അങ്ങനെ പെണ്ണുകാണൽ ചടങ്ങ് നടന്നു. വിത്തിൻ 6 മാസം കഴിഞ്ഞപ്പോൾ കല്യാണം നടന്നു. അതുകൊണ്ട് ഈ പെണ്ണിട്ടില്ല എന്നൊന്നും വിചാരിക്കേണ്ട. ഈ ബിസിനസ് നന്നായി ചെയ്താൽ നിങ്ങളുടെ ടീമിലുള്ള ആൾക്കാർ നിങ്ങൾ ജെന്യൂൻ ആണെങ്കിൽ ഉടായിപ്പല്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇതിൽ നല്ല ലൈഫ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അതിനുള്ള സിമ്പിൾ എക്സാമ്പിളാ. ഞാൻ പെണ്ണ് കാണാൻ പോയത് സ്കോഡയില. ഇത്തിരി നേരത്തെ ആയിരുന്നെങ്കിൽ എന്റെ കേജിലാണെങ്കിൽ ഞാൻ ബെൻസിലേ പോകുള്ളൂ. ഓക്കെ, അപ്പോ ഇത് എനിക്കതായത് മിസ്സായി പോയിട്ടുണ്ട്. നിങ്ങൾക്കത് പോസിബിൾ ആണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക. ദെൻ അതിനുശേഷം ഈ ബിസിനസ്സിൽ ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു സിറ്റുവേഷനിൽ നോക്കുന്നവർ രാവിലെ ഇറങ്ങുന്ന സമയത്ത് ചിന്തിക്കും, ഇന്നിപ്പോ സ്കോഡ് എടുക്കണോ അതോ ടിയാഗ് എടുക്കണോ, ഏത് കാറ് പോകണം എന്നുള്ളത് രാവിലെ ചിന്തിക്കാൻ പറ്റും. ഒരു ത്രില്ലല്ലേ? ഓക്കെ അല്ലെ? ആ രീതിയിൽ. പക്ഷെ പണി എടുക്കണം. ഐഡിയ അടിച്ച് വീട്ടിൽ കുത്തിരേണ്ട കാര്യമില്ല. ഓക്കെ, സീ മോർ പീപ്പിൾ, കൂടുതൽ ആളുകളെ ഡെയിലി കണ്ടോണ്ടിരിക്കുക. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ബിസിനസ് പിന്നെയും ഫാസ്റ്റായി മാറി. ദെൻ 2023 ഞാൻ ഈ ബിസിനസ്സിൽ കൂടി 2021 ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് CTC റാങ്കിലേക്ക് എത്താൻ പറ്റി. CTC റാങ്കിൽ നിന്നാണ് ഞാൻ ഈ ബിസിനസ്സിൽ പിന്നീട് ബെൻസ് കാറ് ബുക്ക് ചെയ്യാൻ വേണ്ടി പോയി. ഞാനും വൈഫും കൂടി ബെൻസ് കാറ് ബുക്ക് ചെയ്യാൻ വേണ്ടി പോയി. ഇത് ബുക്ക് ചെയ്യാൻ പോയ സമയത്ത് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളും പല ബെൻസിന്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ടുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ ദെൻ ഈ നിങ്ങളെ ആലോചിച്ച് വേണം, നമ്മൾ കൃത്യമായിട്ടുള്ള നിങ്ങളെ ഗ്രോത്ത് റേറ്റ്, നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഞാൻ പ്രത്യേകം പറയാണ്, നിങ്ങളെ ഗ്രോത്ത് റേറ്റ് നിങ്ങൾ നോക്കി വെക്കണം. നിങ്ങളുടെ ഗ്രോത്ത് റേറ്റ് എങ്ങനെയാണ്, നിങ്ങൾ എവിടെ നിന്നാണ്, എങ്ങനെയാണ് നിങ്ങൾ പോകുന്നത്, നിങ്ങൾ ഡെയിലി ചെയ്യുന്ന ബിസിനസ്, നിങ്ങൾ ഒരു മാസം നിങ്ങൾ എത്ര ബിസിനസ് ഉണ്ടാക്കി, എത്ര പൈസ ഉണ്ടാക്കി എന്നുള്ള കൃത്യമായ കണക്ക് നിങ്ങൾ വെക്കണം. അത് ഏത് കച്ചവടക്കാരനും അങ്ങനെ തന്നെയാണ്. ആ കച്ചവടക്കാരന്റെ മൈൻഡിൽ നിങ്ങൾ അതിനെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കയറി പോകാൻ വേണ്ടി പറ്റും. 2018 ഞാൻ STC റാങ്കിലേക്ക് എത്തുന്നത്. 2017 ZTC ഞാൻ പറഞ്ഞു. 2018 ആയപ്പോഴത്തേക്ക് STC റാങ്കിലേക്ക് എത്താനും 10 മാസം കൊണ്ട് RTC റാങ്കിൽ എത്താനും അതേപോലെ തന്നെ അടുത്ത 12 മാസം കൊണ്ട് NTC റാങ്കിൽ എത്താനും സീലിംഗ് അടിക്കാനും അവിടുന്ന് പിന്നീട് 2021 ജനുവരി ആയപ്പോഴത്തേക്ക് 1 കോടി മാച്ച് ചെയ്യാനും അതുപോലെ 3 കോടി മാച്ച് ചെയ്യാനും അതേപോലെ 2021 ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് 5 കോടി CTC റാങ്കിലേക്ക് എത്താനും 7.5 കോടി ആയപ്പോഴത്തേക്ക് ബെൻസ് കാർ വാങ്ങിക്കാനും അതേപോലെ തന്നെ ഇന്ന് 10 കോടി ബിസിനസ് പോലെ മാച്ച് ചെയ്ത് ITC റാങ്കിലേക്ക് എത്തി നിൽക്കുകയാണ്. 10 കോടി കഴിഞ്ഞു 15 കോടി ബിസിനസ്സിലേക്ക് എത്താൻ വേണ്ടി പറ്റി. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത് എന്താണ് ഇതിന്റെ പ്രത്യേകത? എന്താണ് ഇത് ഇങ്ങനെ ഇത്ര സ്പീഡിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? ഇത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ല, ഇത് ടീം വർക്കാണ്, മൾട്ടിപ്ലിക്കേഷനാ. എന്റെ കഴിവല്ല ഇവിടെ വർക്ക് ചെയ്യുന്നത്, എന്റെ വലിയൊരു ടീമിന്റെ കഴിവാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. സെയിം ഇതിന്റെയാണ് നിങ്ങൾക്കുണ്ടാവുന്നത്. നമ്മൾ ഇവിടെ ചെയ്യുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ്. ഹലോ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. എന്താ നെറ്റ്വർക്ക്? ഈ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ നെറ്റ്വർക്ക് ആപ്പിൾ കമ്പനി ഉണ്ടാക്കി. യെസ് ഓർ നോ? അത് ആപ്പിളിന്റെ നെറ്റ്വർക്കാണ്, ആണല്ലോ. ഈ വാച്ച് വാങ്ങിക്കുന്ന, ഫോസിലിന്റെ വാച്ച് വാങ്ങിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ നെറ്റ്വർക്ക് ആരുണ്ടാക്കി? ഫോസിൽ കമ്പനി ഉണ്ടാക്കി. അതാണ് അവരുടെ നെറ്റ്വർക്ക്. സെയിം അതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു, എന്റെ കെയർ ഓഫിൽ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചുപയോഗിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ നെറ്റ്വർക്ക് ഞാൻ ഉണ്ടാക്കി. അതാണ് എന്റെ നെറ്റ്വർക്ക്. ഓക്കെ, ഈ കമ്പനിയുടെ നെറ്റ്വർക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ കമ്പനിയിൽ എന്താണ്, ഞങ്ങളൊക്കെ ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് വാങ്ങുന്ന ആളുകളാണ്.
ഓക്കെ, ഈ കമ്പനിക്ക് ഇത്രയും വലിയ നെറ്റ്വർക്ക് ഉണ്ട്. അതിൽ ഞാൻ എന്റെ ടീമിൽ കൂടി ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ഒരാളുടെ കുറച്ച് ആളുകളുടെ നെറ്റ്വർക്ക് ഉണ്ടാക്കി. അങ്ങനെ 20,000-20,000 ആളുകളുടെ നെറ്റ്വർക്ക് എനിക്കുണ്ട്. ഈ 20,000 ആളുകൾ അവരെ വീട്ടിലേക്ക് 500 രൂപയ്ക്കും 1000 രൂപയ്ക്കും സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അത് എന്റെ നെറ്റ്വർക്കിൽ കൂടി വരുന്ന കച്ചവടമാണ്. ഒരു മാസം എന്റെ കെയർ ഓഫിൽ എന്റെ ടീമിൽ മാത്രം, എന്റെ ഓർഗനൈസേഷൻ മണ്ണിലും ജോലിയും കൂടി മാത്രം ഒരു മാസം 60 ലക്ഷം രൂപയ്ക്ക് മേലെ കച്ചവടം നടക്കുന്നു. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം, തൊട്ട് താഴെയുള്ള സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങാടിയിലത് മുക്കട്ട ജംഗ്ഷൻ അല്ലെ, ഈ മുക്കട്ട ജംഗ്ഷൻ അല്ലെങ്കിൽ നിലമ്പൂർ ജംഗ്ഷനിലെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റിൽ ഒരു ദിവസം എത്ര രൂപയുടെ കച്ചവടം നടക്കുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ആ സൂപ്പർ മാർക്കറ്റിൽ 1 ലക്ഷം രൂപയുടെ കച്ചവടം നടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പോലും ഒരു മാസം 30 ലക്ഷം രൂപയുടെ കച്ചവടമേ നടക്കുന്നുള്ളൂ. അവർ വലിയ വാടക കൊടുക്കണം, സ്റ്റാഫിന് ശമ്പളം കൊടുക്കണം, സാധനം കേടാവാതെ നോക്കണം അല്ലെ, ഏതെങ്കിലും സ്റ്റാഫ് പറ്റിക്കുന്നുണ്ടോ നോക്കണം, കറണ്ടിന്റെ പൈസ കൊടുക്കണം, പിരിവാരി വരുന്നവർക്ക് പൈസ കൊടുക്കണം. നമ്മളോ ഈ ബിസിനസ്സിൽ 60 ലക്ഷം രൂപയുടെ കച്ചവടം നടക്കുന്ന നമ്മൾ എന്ത് ചെയ്യണം? കറണ്ടിന്റെ പൈസ കൊടുക്കണോ? ഷോറൂമിന് വാടക കൊടുക്കണോ? സ്റ്റാഫിന് സാലറി കൊടുക്കണോ? വേണോ? വേണ്ട. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കാലഘട്ടത്തിന്റെ ബിസിനസ്. ഇത് ആരുടെ ബിസിനസ്സാ? എന്റെ ബിസിനസ് ആണ്. ആ രീതിയിൽ നമ്മുടെ ബിസിനസ് ആയിട്ട് ആ രീതിയിൽ നിങ്ങൾ കാണാൻ തയ്യാറാവുകയാണെങ്കിൽ നാളുകളിൽ വലിയ നേട്ടങ്ങൾ നിങ്ങളെ തേടി വരുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ആ രീതിയിൽ ഈ ബിസിനസ് ചെയ്യാം. ദെൻ പൈസ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം? കമ്പനി കൂടെ ദുബായ് ട്രിപ്പാണ് പോയതെങ്കിൽ ഞാനും വൈഫും കൂടി മാൽദീവ്സിൽ ടൂർ പോയി. ഓക്കെ, കഴിഞ്ഞ മാർച്ച് മാസത്തിൽ 5 ദിവസത്തെ ട്രിപ്പ് അടിച്ചു മാൽദീവ്സിൽ. 2.5 ലക്ഷം രൂപ രണ്ടാൾക്ക് പോയി വരാൻ മാൽദീവ്സ്. അതായത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും മാൽദീവ്സിന്റെ ഫുൾ പരസ്യം കണ്ട് വൈഫ് സുരക്കേടാക്കാൻ നോക്കി. പോവാ ഓക്കെ, പോവാം, നോ പ്രോബ്ലം. പണ്ടത്തെ ഞാനാണെങ്കിലോ മാൽദീവ്സ് പോയിട്ട് പറയൂല അല്ലേ. എന്നാൽ മാൽദീവ്സ് ടൂർ പോവാൻ സാധിച്ചു. ദെൻ അതൊക്കെ ഈ ഒരു ബിസിനസ്സിൽ കൂടി ഇതൊക്കെ ആ രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ മാറാൻ സാധിപ്പിച്ചിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് നിങ്ങൾ ആവേശം മൂത്ത് കഴിഞ്ഞ് നാളെ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി ഓടുക എന്നുള്ളതല്ല, പഠിച്ച് ചെയ്യുക. ഈ ബിസിനസ് പഠിച്ച് ചെയ്യേണ്ട ബിസിനസ്സാണ്. അയ്യോ സാർ എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ അറിയില്ല. അങ്ങനെയാണെങ്കിൽ 10 വർഷം മുന്നുള്ള എന്നെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കളിയാക്കും. കാരണം തൊണ്ട വരണ്ട് വയർത്ത് കുളിച്ച് സംസാരിക്കാൻ അറിയാത്ത ഒരാളായിരുന്നു ഞാൻ ഇപ്പൊ എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. എക്സ്പീരിയൻസ് വന്നാൽ ഞാൻ നിങ്ങൾക്കും പറയാം. ഇത്രയേ ഉള്ളൂ. ഞാൻ വേറെ പഠിച്ചിട്ടൊന്നും പറയുന്നില്ല. ഞാൻ എന്റെ ലൈഫാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഡയറക്റ്റ് സെല്ലിംഗിൽ സത്യം മാത്രമേ പറയേണ്ടുള്ളൂ. വേറെ ഒന്നും നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കേൾക്കാൻ അറിയോ നന്നായിട്ട്? നിങ്ങൾക്ക് കേൾക്കാനാവോ? നിങ്ങൾ എല്ലാ പ്രോഗ്രാമിലും വരിക. എവിടെ പ്രോഗ്രാം ഉണ്ടോ, GTS ഉണ്ടോ, എവിടെ ട്രെയിനിങ് ഉണ്ടോ, ആ പ്രോഗ്രാമിലൊക്കെ വന്ന് ഇരുന്ന് കേൾക്കുക. ഒരുപാട് തവണ ഈ പ്രൊഡക്റ്റിനെ പറ്റി കേൾക്കും, ഒരുപാട് തവണ ഈ ബിസിനസിനെ പറ്റി കേൾക്കും. അത് കേട്ട് നിങ്ങൾ പഠിക്കും. അത് കേട്ട കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ബിസിനസിനെ കുറിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കളെടുത്തും ബന്ധുക്കളെടുത്തും പോയി പറയാം. ഇത്ര മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടുള്ളൂ. അതായത് നിങ്ങൾ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ടതില്ല. ലോകത്തിൽ എന്തെങ്കിലും എല്ലാം പഠിച്ചു വന്നിട്ടുള്ള ആരെങ്കിലും ഒരാളെ കാണിച്ചു തരുമോ? ജനിക്കുമ്പോ ഫുൾ കാര്യങ്ങൾ പഠിച്ചു വന്നിട്ടുള്ള ഒരാളെ കാണിച്ചു തരുമോ? ഒരാളുണ്ട് എന്നാ പറയുന്നത്. നമ്മൾ കഥയിലൊക്കെ ഉള്ള മഹാഭാരത കഥയിൽ അഭിമന്യു അമ്മയുടെ വയറ്റിന്ന് കാര്യങ്ങൾ പഠിച്ച് വന്നിട്ടുള്ള ഒരൊറ്റ ഒരുത്തൻ അഭിമന്യു. മൂപ്പര് മാത്രമേ ഉള്ളൂ. വേറെ ആരും എന്തില്ല, ആദ്യം പണ്ട് മുതലേ കാര്യങ്ങൾ കേട്ട് പഠിച്ച് വന്നിട്ടില്ല. ബാക്കിയൊക്കെ ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്ത് ആയ ആളുകളാ. സെയിം ഇതേപോലെ തന്നെ നമ്മൾക്കും ഇതെല്ലാം പോസിബിൾ ആണെന്നുള്ളതാണ്. ഇത് സെലിബ്രിറ്റീസ് പോകുന്ന മാൽദീവ്സിൽ ഒരു ദ്വീപാണ്. അവിടെ പോകാനും മാൽദീവ്സിൽ വധു ഐലൻഡ് എന്ന് പറയുന്ന അവിടെ പോകാനും ഒക്കെ സാധിച്ച ഒരു ഓപ്പർച്യൂണിറ്റി. അതായത് ദെൻ ഈ ഒരു വീഡിയോ പ്ലേ ചെയ്യാൻ പറ്റും.
അതായത് ഈ ഒരു ബിസിനസ്സിൽ കൂടി മാൽദീവ്സിൽ പോയി ഇങ്ങനെ കടിച്ചു പൊളിക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാ. എന്ത് വിറ്റിട്ടാ? സോപ്പും പേസ്റ്റുവോ? ഞാൻ അങ്ങനെയല്ല കാണലിത്. സ്കോപ്പും ഫ്യൂച്ചറും. ഓക്കെ, നിങ്ങൾ ഇതിനെ സോപ്പും പേസ്റ്റും വിൽക്കുന്ന പരിപാടിയായിട്ട് കാണുന്നു, അതാ വ്യത്യാസം. ഓക്കെ, ഇത് സോപ്പും വിൽക്കുന്ന പേസ്റ്റും വിൽക്കുന്ന പരിപാടിയായിട്ട് കാണരുത്. സ്കോപ്പും ഫ്യൂച്ചറാണ്. ഓക്കെ, സ്വപ്നങ്ങളാണ്, ആഗ്രഹങ്ങളാണ്, ലക്ഷ്യങ്ങളാണ് വിൽക്കേണ്ടത്. നമ്മൾക്ക് ഇന്ന് വരെ ആരും തരാത്തതും പഠിപ്പിച്ചു തരാത്തതുമായിട്ടുള്ള കാര്യമാണത്, അല്ലെ? നിങ്ങൾ ആരെങ്കിലും സ്വപ്നം കാണാൻ അയ്യോ സ്വപ്നം കാണണ്ട, പേടിയാന്നാ പറയാ, നടക്കൂല എന്നാ പറയാ. എന്നാൽ സ്വപ്നം കാണും. നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളായിട്ട് നടക്കല്ലേ. പ്രശ്നങ്ങൾ ഇത് തീരണം എന്നുണ്ടെങ്കിൽ നമ്മൾ മരിക്കണം. ഓക്കെ, പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പ്രശ്നങ്ങളൊക്കെ ഒരു മൂലയിൽ വെച്ചേക്ക്. എന്നിട്ട് നിങ്ങൾ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നേടിയെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ ആഗ്രഹങ്ങളും ഓരോ സ്വപ്നങ്ങളും നേടിയെടുക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ അവിടുന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഇല്ലാതെ ആവുന്നത് കാണാം. അത്രേ ഉള്ളൂ. വേറെ ഒരു വഴിയില്ല പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ. അല്ലാതെ പ്രശ്നവും കിട്ടും, അയ്യോ എനിക്ക് പ്രശ്നമാണ്, എനിക്ക് പ്രശ്നം. ആർക്കാ പ്രശ്നമില്ലാത്ത? എന്റെ പ്രശ്നങ്ങൾ, എനിക്കും പ്രശ്നങ്ങളുണ്ട്. അംബാനിക്ക് പ്രശ്നങ്ങളില്ലേ? അംബാനിക്കും പ്രശ്നങ്ങളുണ്ട്. ഷാറുഖ് ഖാന് പ്രോബ്ലംസ് ഇല്ലേ? മോഹൻലാലിന് പ്രശ്നമില്ലേ? മമ്മൂട്ടിക്ക് പ്രശ്നമില്ലേ? എല്ലാവർക്കും പ്രശ്നമുണ്ട്. എന്നാൽ അവരുടെ ആരെങ്കിലും പ്രശ്നങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടോ? ഇല്ലല്ലോ. കാരണം നമ്മളെന്നെ ഇവിടെ സൂര്യക്കട. ഓക്കെ, ദെൻ അച്ചീവ്മെന്റ്സ് ആണ്. അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുക, അതിനു വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാവുക. ഇന്ന് ഈ രീതിയിൽ വലിയ രീതിയിൽ മെഴ്സിഡീസ് ബെൻസിലൊക്കെ എന്താ പറയാ ഓടിക്കാൻ, സഞ്ചരിക്കാൻ എന്നെ സഹായിച്ചിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ ബിസിനസ്സിൽ കൂടി കഴിഞ്ഞ 7 വർഷമായിട്ട് ഞാൻ ഫുൾ ടൈം ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കാം. ഫുൾ ടൈം ആയിട്ട് 7 വർഷം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ 7 വർഷം കൊണ്ട് ഈ ബിസിനസ്സിൽ കൂടി ഞാൻ 2 കോടി രൂപ ഉണ്ടാക്കി കഴിഞ്ഞു. ഓക്കെ, ഇതൊന്നും അല്ല എന്റെ ടാർഗറ്റ്. സാറേ ഇതൊക്കെ തുടങ്ങി, ഇതൊക്കെ ബിസ്ക്കറ്റാ, ചോക്ലേറ്റാ. ഇത് ചായയിൽ മുക്കി തിന്ന, വൈകുന്നേരം ചായക്ക് കിട്ടുന്ന കടിയില്ല, ബിസ്ക്കറ്റ്, 2 ബിസ്ക്കറ്റ്. അതാണ് ഈ 2 കോടി എന്ന് പറയുന്നത്. ഈ ബിസിനസ്സിൽ ഞാൻ മനസ്സിലാക്കിയത്. ഓക്കെ, ചായക്ക് കൂട്ടി മുക്കി തിന്നുന്ന അതെങ്ങാനും വീണു പോയാലോ കഴിഞ്ഞു കഥ, അല്ലെ? എന്നാൽ അതേ സമയത്ത് ഈ ബിസിനസ്സിൽ ഞാൻ എന്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത 15 കൊല്ലം കൊണ്ട് 2040 ആകുമ്പോഴത്തേക്ക് എന്റെ ടാർഗറ്റ് 100 കോടി രൂപ ഈ ബിസിനസ് കൂടെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. 100 crore, 100 കോടി രൂപ. സാർ എത്ര വലിയ സംഭവം എന്നല്ല 100 കോടി ഉറുപ്പ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. കാരണം എന്റെ അപ്ലൈൻ ലീഡർ ആയിട്ടുള്ള, ഞങ്ങളുടെ എല്ലാവരും കോമൺ അപ്ലൈൻ ആയിട്ടുള്ള മുബീൻ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി, ഓക്കെ, അയാൾ ഇന്ന് ഇപ്പൊ ഈ ഹാളിൽ ഇല്ല, കോഴിക്കോടില്ല, അയാൾ എറണാകുളത്തോ അല്ലെങ്കിൽ US വേറെ എവിടെയാണ്. അയാളുടെ മാസ വരുമാനം 75 മുതൽ 1 കോടി രൂപ അയാളുടെ മാസ വരുമാനം. അയാളുടെ ടോട്ടൽ ഏർണിങ്സ്, അയാളുടെ ടോട്ടൽ വരുമാനം എന്ന് പറയുന്നത് 150 കോടി കഴിഞ്ഞു. 150 crore കഴിഞ്ഞ 13 വർഷം കൊണ്ട്. എന്നാൽ എന്റെ അപ്ലൈൻ ആയിട്ടുള്ള മറ്റൊരു അപ്ലൈൻ അനീഷ് ബാബു എന്ന് പറയുന്ന വ്യക്തി, അയാളുടെ ടോട്ടൽ കഴിഞ്ഞ 12 വർഷം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഏർണിങ്സ് 50 കോടി കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾ ചിന്തിക്കും, ഞാൻ ചിന്തിച്ചത്രേ ഉള്ളൂ. അവരൊക്കെ തുടങ്ങുന്ന സമയത്ത് കേരളത്തിൽ ഓഫീസ് ഇല്ല, ഉണ്ടോ? 27 പ്രൊഡക്റ്റുകൾക്ക് ആയുഷ് പ്രീമിയം ഇല്ല. 120ഓളം പ്രൊഡക്റ്റുകൾ, 130ഓളം പ്രൊഡക്റ്റുകൾ ഇല്ല. വെറും 5, 8, 10 പ്രൊഡക്റ്റുകൾ മാത്രം വെച്ചിട്ട് അവർ ബിസിനസ് തുടങ്ങി. ഇന്ന് അവർ നോക്കുന്ന സമയത്ത് 10-12 വർഷം കഴിഞ്ഞ സമയത്ത് 750 കൂടുതൽ ഔട്ട്ലെറ്റും ഉണ്ട്. പക്ഷെ അവരുടെ ഇൻകം ഇത്രയും വലിയ. എന്നാൽ ഇപ്പോ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കേ, കേരളത്തിൽ 32 ഔട്ട്ലെറ്റ് ഉണ്ട് നമുക്ക്. എല്ലാ ജില്ലകളിലും ഇതേപോലത്തെ GTS സെന്ററുകൾ. ഇന്ന് ഇതേ സമയത്ത്, ഇന്ന് ചൊവ്വാഴ്ചയാണ്, ഇന്ന് വൈകിട്ട് 3 മണിക്ക് കോഴിക്കോട് GTS ഉണ്ട്. ഇവിടുന്ന് ഞാനൊരു 4 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ അവിടെ എത്തും. 4 മണി 5 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ അവിടെ എത്തും. പ്രോഗ്രാം കഴിയുമ്പോഴത്തേക്ക് അവിടെ ടീമിനെ കാണണം എനിക്ക്. ഓക്കെ, ആ രീതിയിൽ അങ്ങനെ എല്ലാ ജില്ലകളിലും നമുക്ക് പ്രോഗ്രാംസ്. എന്നാൽ അവരൊക്കെ തുടങ്ങുന്ന സമയത്ത് ഇത്തരത്തിലുള്ള മീറ്റിംഗ് ഉണ്ടോ? അവര് തുടങ്ങിയ സമയത്ത് നിങ്ങളടുത്ത് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ വരുമായിരുന്നു, അവരെ കൂടെ വരൂല. കാരണം എന്താ? അതൊന്നും നടക്കൂല എന്ന് പറഞ്ഞിട്ട് മാറിക്കോ. അന്ന് നിനക്ക് എത്ര വയസ്സുണ്ടാവും? 12 വർഷം മുന്നേ. ചിന്തിക്ക്, ചെറിയൊരു കാര്യമാണത്. ഓക്കെ, ഇപ്പൊ 20 വയസ്സാണോ? ഇപ്പൊ 23 വയസ്സ്. അതായത് 12 വർഷം മുന്നേ 11 വയസ്സുകാരൻ ഇവനോട് പോയിട്ട് ബിസിനസ് പറയോ? ഇല്ല. അന്ന് മുബിൻ സാർ എന്ത് ചെയ്തു? ഇവനെ കണ്ടു കഴിഞ്ഞിട്ട് എന്താ പറയാ? മോനെ എന്താ
അല്ലെ? ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒന്ന് തട്ടി വിട്ടേക്കും, 11 വയസ്സുകാരൻ അല്ലെ? എന്നാൽ ഇന്ന് ഇവൻ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടറാ. അങ്ങനെയാണെങ്കിൽ അടുത്ത 10 വർഷം കഴിയുമ്പോൾ എത്ര പോലെ ആളുകൾ നമ്മളെ കൂടെ വരാൻ കിടക്കുന്നത്, എത്രമാത്രം അച്ചീവ്മെന്റ്സ് കാണിച്ചിട്ട് നമുക്ക് അവരുടെ ബിസിനസ്സിൽ എടുക്കാനുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ സ്കോപ്പ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അടുത്ത 15 വർഷം കൊണ്ട് 100 കോടി ഉണ്ടാക്കാൻ ഇത്ര വലിയ സംഭവമല്ല. നിലവിൽ ഇത്രയും വലിയൊരു ടീം എനിക്കുണ്ട്. ആ ടീമിനെ വെച്ചിട്ട് കൃത്യമായിട്ട് അവരെ പഠിപ്പിച്ച് അവരെ ബിൽഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അവരെ വളർത്താൻ തയ്യാറാവുകയാണെങ്കിൽ, അവർക്ക് വളരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവണമെങ്കിൽ, നമ്മൾ ഓരോരുത്തരും തയ്യാറാവണമെങ്കിൽ, ഒരു സംശയവും വേണ്ട, അടുത്ത 15 വർഷം കഴിയുമ്പോൾ എന്റെ പോക്കറ്റിൽ 100 കോടി ഉറുപ്പ് ഉണ്ടാക്കുന്നുള്ള വാശിപ്പുറത്താണ് ഞാൻ അറിഞ്ഞു ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ? നിങ്ങളുടെ വീട് മലപ്പുറത്താണെങ്കിൽ മലപ്പുറത്ത് മാത്രം കോഴി കൂട്ടുനിറങ്ങുന്ന മാതിരി ഇറങ്ങി നടക്കണം. അങ്ങനെയാണോ വേണ്ടേ? കോഴി കൂട്ടുനിറങ്ങുന്നത് എങ്ങനെയാ? സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത വീട്ടിലെ റൗണ്ട് അടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വൈകുന്നേരം കയറും. ഇതാണ് കോഴി വറക്കുന്നത്. അങ്ങനെയല്ല വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, മലപ്പുറത്തുള്ളവൻ വയനാട്ടിൽ പോകണം, എറണാകുളം പോകണം, കോഴിക്കോട് പോകണം, കണ്ണൂർ പോകണം, അങ്ങനെ വർക്ക് ചെയ്യണം. കേരളത്തിൽ ഒട്ടാകെ വർക്ക് ചെയ്യുക. ഷമീർ സാർ വയനാട്ടിലുള്ള ആളാണ്, ഇന്നിവിടെ ഉണ്ട്, മലപ്പുറത്തുണ്ട്. ഓക്കെ, ഇതേപോലെ മറ്റു സ്ഥലങ്ങളിൽ പോയി വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ വലിയൊരു ടീം നാളുകളിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഈ രീതിയിൽ വലിയ അച്ചീവ്മെന്റ്സ്, ഇതൊന്നും ഒരു അച്ചീവ്മെന്റ്സ്, ബെൻസ് എന്ന് പറഞ്ഞ ഒരു അച്ചീവ്മെന്റ്സ് അല്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇപ്പൊ നോക്കുന്ന വലിയ അച്ചീവ്മെന്റ്സ് ആണ്. പക്ഷെ ഇവിടെ എത്തുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ഇതിലും കൂടുതൽ ഉണ്ടാക്കിയെടുക്കാനുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ എന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ഉണ്ടാവും. എന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എങ്ങനെയാ സപ്പോർട്ട് കിട്ടുക? ഇതാ ഈ ജി ടി എസിൽ നിങ്ങളുടെ ടീമിലുള്ള ആളുകളെ പങ്കെടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ ഏതെങ്കിലും ഒരു വാക്ക് അയാളുടെ തലയിൽ കയറിയിട്ടുണ്ടെങ്കിൽ, അയാൾക്ക് എന്തെങ്കിലും ഒരു മെച്ചമുണ്ട്, അയാൾ സീരിയസ് ആയിട്ട് ചെയ്യാൻ തയ്യാറെങ്കിലോ. ഞാൻ എറണാകുളം പോയപ്പോ ഞാൻ അറിയാത്ത ഏതോ ഒരാള് പറഞ്ഞ ഒരു വാക്കാണ് ഈ ബിസിനസ് എന്നെ സീരിയസ് ആയിട്ട് ചെയ്യാൻ ചിന്തിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ നാളെ നിങ്ങളുടെ ടീമിലും ഇതേപോലെ സംഭവിക്കും. അതുകൊണ്ടാണ് എല്ലാ പ്രോഗ്രാമിലും പങ്കെടുക്കണമെന്ന് കൃത്യമായിട്ട് പറയുന്നത്. ഏതായാലും ഇന്നിവിടെ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ള നിലമ്പൂർ GTS പ്രോഗ്രാം കമ്മിറ്റിക്കും, അതേപോലെ തന്നെ ഇന്നിവിടെ GTS പ്രസന്റേഷൻ നടത്തിയിട്ടുള്ള റാഷിദ് സാറിനും, DTC റാങ്കിലുള്ള റാഷിദ് സാറിനും, അതേപോലെ തന്നെ TC റാങ്കിലുള്ള സൽമാൻ പേര് അല്ലെ, സൽമാൻ സാറിനും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഓരോ റാങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുള്ള ഓരോ ലീഡേഴ്സും. ഇത് നിലമ്പൂർ GTS ആണ്. നിലമ്പൂർ എന്ന് പറയുന്നത് വളർന്നു മലപ്പുറത്തിന്റെ ഒരു ശക്തമായിട്ടുള്ള മണ്ണാണ്. നമുക്ക് ഇത്ര പോരാ, ഈ ഹോളല്ല നമുക്ക്, അല്ലെങ്കിൽ ഈ ആളുകൾ കണ്ടാൽ പോരാ. ഇത് പവർഫുൾ ആയിട്ടുള്ള ആളുകൾ, നമുക്ക് ഇഷ്ടംപോലെ ആളുകൾ മാർക്കറ്റിലുണ്ട്. അവരെ നമുക്ക് എടുക്കണം. അതിന് സീരിയസ് ആയിട്ട് ഈ ബിസിനസിനെ കാണുക. എല്ലാ പ്രോഗ്രാമിലേക്കും അടുത്ത പ്രോഗ്രാം ഈ ഹോള് നിറയ്ക്കാനുള്ള ഒരു ബുദ്ധി കാണിക്കുക. ഇത് ഇന്നത്തെ ബിസിനസ് അല്ല, നാളത്തെ ബിസിനസ് ആണെന്നുള്ള ഓർമ്മയോട് കൂടിയിട്ട് പ്രവർത്തിക്കാം. പ്രശ്നങ്ങൾ ഉണ്ടാകും, ഉറപ്പാണ്. ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടോ? സമാധാനം, സന്തോഷം, സുഖവും മാത്രം തരുന്ന ജോലി എന്താ ഉള്ളത്? ഒരു ജോലിയും ഇല്ല. എല്ലാ ജോലിക്കും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട്. അപ്പൊ ഇവിടെ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഏറ്റെടുത്ത് സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്ത് വലിയ അച്ചീവ്മെന്റ്സ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിഷ് ഓൾ സക്സസ്. ജയ് മേലെ. താങ്ക് യു. മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ DCIW ലീഡേഴ്സ് ഒന്ന് സുബി സാറെ ഇരിക്കാനില്ല. ഒരു മീറ്റിംഗ് എത്രയും പെട്ടെന്ന് തീർക്കുക. ഒരു ഓവർ ടൈം എടുക്കേണ്ട, നമുക്ക് ഭക്ഷണം കഴിക്കേണ്ടതൊക്കെയാണ്. ഓക്കെ.